അസ്സലാമു അലൈക്കും ചികിത്സ. വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹ് ഉം. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. നാളെ ഏറ്റവും നന്നായി പരീക്ഷ എഴുതി കാര്യങ്ങൾ ക്രമീകരിച്ച് പോരാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു സമയത്തെ ചർച്ച നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് സെറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് സ്കഫോൾഡ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിന്റെ ഒരു പ്രശ്നം ഒന്ന് പരിഹരിച്ച് നിങ്ങൾക്ക് ഒരു ഒരു സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ മെന്റലി ഒന്ന് ഫിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് ദീർഘനേരം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ മൈൻഡ് ഇവിടെ ആവശ്യമാണ്. എല്ലാവരുടെയും മൈൻഡ് ഇവിടെ ആവശ്യമാണ്. നിങ്ങളെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും, ആ പിക്ചർ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് സ്കഫോൾഡ് ചെയ്യാനും നിങ്ങൾക്ക് ഒരു ഒരു വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ എന്തെങ്കിലും പണിയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തൽക്കാലം അതൊന്ന് മാറ്റിവെച്ച് നമ്മുടെ കാല് രണ്ടും ഫുൾ ഭാഗവും തറയിൽ ഭൂമിയുമായി കണക്ട് ചെയ്ത് ഒന്ന് ആ രൂപത്തിൽ നിവർന്നിരുന്ന് നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്ത് മനസാന്നിധ്യത്തോടു കൂടി ഇരിക്കാൻ ഒരു ശ്രമം നടത്തുക. ഈ ഒരു എക്സാം ഹാൾ വിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് നന്മയും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു കുടുംബത്തിലെ ആളുകൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഭംഗിയായി തീരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തൻ നമ്മെ ഓരോരുത്തരെയും തുണയ്ക്കുമാറാവട്ടെ. ഞാൻ PhD അവാർഡ് ചെയ്ത സമയത്ത് നാട്ടിൽ വലിയ ഒരു പൊതു സ്റ്റേജിൽ പ്രധാനപ്പെട്ട ചില പൊതുപ്രവർത്തകരും വലിയ നേതാക്കന്മാരൊക്കെ ഉള്ള ഒരു സ്റ്റേജിലേക്ക് PhD അവാർഡ് ചെയ്തതിന്റെ ഒരു ആദരം ഏറ്റുവാങ്ങാൻ വേണ്ടി ക്ഷണിക്കപ്പെടുകയും ആ വലിയൊരു സദസ്സിൽ സ്റ്റേജിൽ ഇങ്ങനെ ഇരുന്ന് ആ സദസ്സിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് സത്യത്തിൽ എൻ്റെ മൈൻഡൊക്കെ ഔട്ടായി പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ഒരു രാഷ്ട്രീയ പ്രോഗ്രാമായിരുന്നു. വിശിഷ്യ മുസ്ലിങ്ങൾ ധാരാളമായി താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എൻ്റെ നാട്ടിലെ ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിലായിരുന്നു. ഞാനത് ഇവിടെ ചുരുക്കി ഒറ്റ വാക്കിൽ പറയാനുള്ള കാരണം എൻ്റെ മൈൻഡ് മൊത്തം ഔട്ടായി. ഞാനിങ്ങനെ തരിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ഏറ്റുവാങ്ങൽ മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ PhDയുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു വാക്ക് സംസാരിക്കണം എന്നുകൂടി എന്ന് പറഞ്ഞതോടുകൂടി മൊത്തം ഔട്ടായി പോയി. ആ ഒരു സാഹചര്യത്തിൽ തൊട്ടപ്പുറത്തിരുന്ന എൻ്റെ ഞാനൊക്കെ ആദരിക്കുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട ഒരു സാഹചര്യമേ ഇവിടെ ഇല്ല. കാരണം സ്റ്റേജിൽ ഉള്ളതിനേക്കാൾ എത്രയോ മടങ്ങ് ആളുകൾ പുറത്തുണ്ട്. സ്റ്റേജിലുള്ളതിനേക്കാൾ എത്രയോ പ്രഗത്ഭരായ ആളുകൾ പുറത്തുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇന്നത്തെ ഈ സദസ്സിലേക്ക് നിങ്ങളെ സുലൈമാനെ സെലക്ട് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ ഈ ഒരു PhDയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ നിങ്ങളെ സെലക്ട് ചെയ്ത് വന്നതാണ്. അപ്പൊ എത്രയോ ആളുകൾക്കിടയിൽ നിന്ന് നിങ്ങളെ സെലക്ട് ചെയ്ത് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്. അപ്പൊ ആ അതിഥി എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ചാൻസ് ആണ്, ഒരു അവസരമാണ്. നിങ്ങൾ പേടിക്കേണ്ട സാഹചര്യമേ ഇവിടല്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഞാൻ ആരാണെന്ന് പരീക്ഷക്ക് പോകുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്. ഞാൻ ആരാണെന്ന് എന്നെ ആ സമയത്ത് എങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയെന്ന് അറിയില്ല. ആ മനസ്സിലാക്കിയ ആള് ഞാൻ ആരാണെന്ന് എന്നെ പറഞ്ഞു തന്നപ്പോ ഞാൻ അവിടെ നിന്ന് ആ സമയത്ത് എൻ്റെ കൈകാലുകളിലൂടെ കയറി വന്ന ഒരു എനർജി ഞാൻ അവിടെ നിന്ന് ആദരം ഏറ്റുവാങ്ങുകയും എന്താണ് PhD എന്നും എന്താണ് ഞാൻ ചെയ്യുന്നത്, എൻ്റെ റിസർച്ച് എന്താണെന്ന് ഞാൻ ധൈര്യസമേതം ആ സദസ്സിന് മുമ്പിൽ പറയുകയും ചെയ്തു. ഞാൻ അതിനുശേഷം പലപ്പോഴും അത് ഓർക്കാറുണ്ട്. ഇപ്പോഴും ഞാൻ അത് ഓർക്കുകയാണ്. അത് ഓർക്കാനുള്ള കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്നലെയും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഫോക്കസ് കുടുംബാംഗങ്ങളായ പലരും സംസാരിച്ച സംസാരമാണ്. അവർക്കുള്ള കുറെ ആശങ്കകളാണ്. ടെസ്റ്റുകൾ വരുമ്പോൾ നെഗറ്റീവ് വരുന്നതാണ്. അവരുടെ പേടിയാണ്. അവർ തോറ്റുപോകുമോ എന്നുള്ള ചിന്തയാണ്. പരീക്ഷയിൽ എനിക്ക് ഇത് എഴുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് മറന്നു പോകുന്നു തുടങ്ങി കുറെ ആശങ്കകളാണ്. വലിയൊരു പേടിയിലാണ്. ഇന്ന് മുതൽ നാളെ വരെ, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയില്ല, ഇന്ന് മുതൽ നാളെ വരെ നമ്മൾ ധാരാളം ചിന്തയിലാണ്. വലിയ വലിയ ചിന്തകൾ കടന്നു വരികയാണ്. അത് നമ്മുടെ പഠനപരമായ ചിന്തകളുണ്ട്, പരീക്ഷ ഹാളിലെ ചിന്തയുണ്ട്. മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. കുറെ ചിന്തകളിൽ ഓരോ പ്രവർത്തനം നടക്കുമ്പോഴും അതിലപ്പുറം ചിന്ത വരികയാണ്. അപ്പൊ ആ ചിന്തകളൊക്കെ ഒന്ന് കുറച്ച്, അതായത് നമ്മളെ മനുഷ്യൻ അങ്ങനെയാണ്, ആ ചിന്തകൾ കുറച്ച് അവിടെ ഒരു ഒരു ഒപ്റ്റിമിസ്റ്റിക്സ് ആയിട്ട് നമ്മൾ ഒരു ശുഭാപ്തി വിശ്വാസിയുള്ളവരായി മാറുക. ഞാൻ അത് പറയാനുള്ള രണ്ടാമത്തെ കാരണം, ഞാൻ ഒരു 5 മണി സമയത്ത്
ഫോക്കസിലെ 2 വിദ്യാർത്ഥികളെ വീട് സന്ദർശിക്കാൻ ഇടയായി. നാളെ പരീക്ഷയ്ക്ക് പോകുന്ന ഒരു സഹോദരിമാര്, 2 സഹോദരിമാരുടെ വീട് സന്ദർശിക്കാൻ ഇടയായി. അവര് ഒരു പക്ഷേ എന്റെ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് അവര് പറയുകയും ചെയ്തു, ഇന്നത്തെ രാത്രിയിലെ മീറ്റിങ്ങിനെ കുറിച്ച് അവർ പറയുകയും ചെയ്തു. ഞാൻ അവരെ വീട് സന്ദർശിക്കാനുള്ള കാരണം അവരുടെ മാതാവ് മരണപ്പെട്ടതാണ്. ചെറുപ്പത്തിൽ ചെറിയ കുട്ടികളായി നിൽക്കുന്ന സമയത്ത് 3 പെൺകുട്ടികളായ അവരുടെ പിതാവ് തെങ്ങുകയറ്റക്കാരനായ അതിൽ നിന്ന് അപകടം സംഭവിച്ചു. ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെടുകയും ഈ 3 പെൺകുട്ടികളുടെ ആ ഉമ്മ വളർത്തിക്കൊണ്ടുവരികയും 3 പേരും ഈ രൂപത്തിൽ അറബി കോളേജിലൊക്കെ പഠിച്ചു വന്നിട്ട് 3 പേരും മിടുക്കികളായി അതിൽ 2 പേര് പരീക്ഷ എഴുതുന്നുണ്ട്. ആ 2 പേരും ഞാൻ ചെന്ന് ചോദിച്ചു, നാളത്തെ പരീക്ഷ ഒരു 4 മാസത്തോളമായിട്ട് മലപ്പുറം ജില്ലയിലെ മുക്കം KMCT ഹോസ്പിറ്റലിലായിരുന്നു. ആ 2 പേരും ഇന്നലെയാണ് വീട്ടിലെത്തി. ഇന്നലെ വരുമ്പോ മയ്യത്തോടു കൂടി അവർ വീട്ടിൽ വരുന്നത്. അങ്ങനെ എത്തി ഞാൻ അവരോട് ചോദിച്ചു, അവിടെ ചെന്നപ്പോ ഒരു വെള്ളമായിട്ട് വന്നപ്പോ 2 പേര് എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ ചോദിച്ചു, നാളത്തെ പരീക്ഷ 2 പേരും നാളെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട്. 4-5 മാസമായിട്ട് അവർ ഇതൊന്നും നോക്കാതെ അവർക്ക് പറ്റിയിട്ടില്ല. അവരുടെ മക്കളുണ്ട്, അതോടൊപ്പം തന്റെ ഉമ്മയെ സംരക്ഷിക്കുകയായിരുന്നു. ഉമ്മയുടെ ശുശ്രൂഷയുമായിട്ട് ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ അവർ ഇന്നലെ മയ്യത്തുമായി എത്തി. ഇന്ന് നാളെ രാവിലെ അവർ പരീക്ഷയ്ക്ക് പോവാൻ ഒരുങ്ങാണ്. എങ്ങനെ? മനസ്സുകൊണ്ട്. അവരുടെ ശുഭാപ്തി വിശ്വാസമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാനുള്ളത്. എന്റെ സംസാരം അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ശുഭാപ്തി വിശ്വാസമാണ്. നാളെ എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ നാളെ നല്ലത് സംഭവിക്കാൻ വേണ്ടി, നല്ലത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് അതിരാവിലെ പുറത്തിറങ്ങുന്ന ഒട്ടിയ വയറുമായി പുറത്തിറങ്ങുന്ന പക്ഷികള്, ആ പക്ഷികളെ പോലെ നാളെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇറങ്ങാൻ നമുക്ക് പറ്റിയാലാണ് നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡിൽ നമുക്ക് നാളത്തെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഔട്ട് ഓഫ് മൈൻഡ് ആയി പോകും. ക്വസ്റ്റ്യൻ നമുക്കറിയാം 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ നിന്ന് നമ്മൾ ആൻസറിലേക്ക് എത്താം. കാരണം നമ്മൾ കാണാതെ പഠിച്ചു പോകുന്നതല്ല പരീക്ഷ. നാളത്തെ പരീക്ഷ കാണാതെ പഠിച്ചു പോയിട്ടുള്ള പരീക്ഷയല്ല. നമ്മൾ പഠിച്ചതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നു, നമ്മൾ വായിച്ചതിൽ നമ്മൾ മനസ്സിലാക്കിയതും ക്വസ്റ്റ്യൻസ് വരുന്നു. അത് 4 ഓപ്ഷൻ ആയിട്ടോ ആ 4 ഓപ്ഷനിലേക്ക് നമ്മൾ ആൻസറിലേക്ക് എത്തുകയാണ്. അത് എത്താൻ നമ്മുടെ മൈൻഡ് അവിടെ കംപ്ലീറ്റ് അവിടെ ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളത്. ആ മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഒരു പോസിറ്റീവായ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇന്നലെ ഒക്കെ പലരും പ്രശ്നമാണ്, ഒന്നത് പേടിയാണ്. ആ പേടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ആ പേടി മാറും. പേടിക്കുള്ള മരുന്നായിട്ട് അവിടെ മാറും. നെഗറ്റീവ് എനിക്ക് വരുമോ? ഞാനൊരു ടെസ്റ്റ് എഴുതി, ആ ടെസ്റ്റിൽ എനിക്ക് ഇത്രയും നെഗറ്റീവ് വന്നു, ഞാൻ അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, നെഗറ്റീവ് വന്നു. നെഗറ്റീവ് വരുമോ എന്നുള്ള നെഗറ്റീവ് തോട്ടല്ല ആവശ്യം, മറിച്ച് അവിടെ ഒരു ശുഭാപ്തി വിശ്വാസമാണ്. ഞാൻ അവിടെ എത്തും, എന്നെ കൊണ്ട് സാധിക്കും, എന്നെ തെരഞ്ഞെടുത്തു, എനിക്ക് ഇതിന് ക്വാളിഫൈഡ് ആയി, ഞാൻ ആ പരീക്ഷ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്ക് കിട്ടി, എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നു, എനിക്ക് എല്ലാതും വന്നു, എനിക്ക് ഒരു അവസരം തന്നു, എന്നെ തെരഞ്ഞെടുത്തു, എന്നെ ചൂസ് ചെയ്തു. നമ്മളെ ഈ ഫോക്കസിൽ കുടുംബത്തിൽ നമ്മൾ എത്തിപ്പെട്ടു, നമ്മൾ അവസരത്തിലെത്തി. പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണ വീടുകളിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ മരണ വീടുകളിൽ നിന്ന് പരീക്ഷാ ഹാളിലേക്ക് വരേണ്ടി വരുന്ന ഒരു സാഹചര്യം. പക്ഷെ അതൊന്നും നമുക്ക് പലർക്കും പടച്ചോൻ തന്നില്ല. അപ്പൊ എന്നെ സെലക്ട് ചെയ്ത് എനിക്ക് അവസരം നൽകി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ശുഭാപ്തി വിശ്വാസത്തെ, ഞാൻ ആ പ്രതീക്ഷയിലിരിക്കണം. പ്രതീക്ഷ കയ്യിൽ നിന്ന് പോവാനേ പാടില്ല. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു, അല്ലെ? ഈ യാത്രക്കടയിൽ ഇങ്ങനെ മലപ്പുറം ജില്ലയിലുള്ള കഴിഞ്ഞ ആഴ്ചയിലെ യാത്രക്കടയിൽ കണ്ട ചില കാഴ്ചകളുണ്ട്. മലയോര മേഖലയിലെ ചെറിയ ചെറിയ വളവുകളിലൊക്കെ ചെറിയ പിള്ളേര്, 5-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിക്കുന്ന പിള്ളേര് കയ്യിൽ ഇങ്ങനെ ഗ്ലവ് ഇട്ടിട്ട് വത്തക്ക വെള്ളവും അതുപോലെ തന്നെ മോരും വെള്ളവും ഒക്കെ കൊടുക്കുന്ന കുട്ടികളെ കാണാൻ ഇടയായി. പലരുടെ അടുത്ത് കൂടെ ഇരുന്ന് ആ രൂപത്തിൽ വെള്ളം കുടിക്കണ്ടായി. ഞാൻ എന്റെ ഈ സംസാരത്തിനിടയിൽ ഞാനും നസറുദ്ദീൻ സാറും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇതുപോലെ ഒരു 3 കുട്ടികളുള്ള ഒരു കടയിൽ നമ്മൾ എത്തിയത്. ഞാൻ പറയാൻ കാരണം, അവർ വെക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസം. അവരിങ്ങനെ ഈ രൂപത്തിൽ ജ്യൂസുകളും വെള്ളവും ഉപ്പിലിട്ടതൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയ ടേബിൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു വഴിയരികിൽ. പക്ഷെ അവർ നമ്മളൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി, അല്ലെങ്കിൽ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ട് അവർ ഉണ്ടാക്കിയ ഈ വത്തക്ക വെള്ളം, ഈ മോരിൻ വെള്ളം, അല്ലെ, നമുക്കറിയാം, കറിവേപ്പിലയും അതുപോലെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി അവരിങ്ങനെ കാത്തിരിക്കുക. അവർക്ക് എന്ത് പ്രതീക്ഷയാണ്? ഒരു മലയോര മേഖലയിൽ അപ്പുറത്തും ഇപ്പുറത്തും വേറെ കടകളൊന്നും ഇല്ലാത്ത അങ്ങനെ കുറെ ചുരം പോലെയുള്ള വഴികളിൽ, ആ വഴികളിൽ അവർ എത്ര പ്രതീക്ഷയോട് കൂടിയാണ് നിൽക്കണമെന്ന് അറിയാം.
അവരെ കണ്ടപാടെ തന്നെ നമ്മൾ വണ്ടി നിർത്തി. ആ ഒരു 8ാം ക്ലാസ്സുകാരന്റെ ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ മുക്കുവൻ സ്കൂളിൽ പോയിട്ടില്ല, ഇതേപോലത്തെ കോച്ചിങ് സെന്ററിൽ ഒന്നും പോയിട്ടില്ല. പക്ഷെ ആ മുക്കുവര് ഈ സമയത്തും ഒരുപക്ഷെ കടലിലാവും. അവർക്കറിയാം ആ ഇരുട്ടിന്റെ ഭയാനകത അവർക്കറിയാം. അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാളെ വിശപ്പുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. ഇത് തിരിച്ചു ചെല്ലുന്ന വീട് ഒരു കൂര വീടായിരിക്കും. സൗകര്യങ്ങളുണ്ടാവും, അസൗകര്യങ്ങൾക്ക് നടുവിലാവും. എന്നിട്ട് പോലും അവർ വലിയ പ്രതീക്ഷയിലാണ്. എന്ത് കാറ്റും കോളും ഉണ്ടാവുമ്പോൾ ആ പ്രതീക്ഷ കൈവിടാത്ത അവസ്ഥയാണ്. അതാണ് നമുക്കും ആവശ്യമുള്ളത്. ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇരുന്നാൽ നമ്മൾ ഭയപ്പെടുന്ന പേടി നമ്മളെ പിടികൂടൂല. നമ്മൾ നെഗറ്റീവ് വരുമോ എന്നുള്ള ആ ഒരു നെഗറ്റീവ് തോട്ട് നമ്മളിലേക്ക് കടന്നു വരൂല. ഞാൻ തോറ്റുപോകുമോ, എന്റെ അവസാനത്തെ അവസരത്തിൽ ഞാൻ തോറ്റുപോകുമോ എന്ന ചിന്ത നമ്മളെ പിടികൂടൂല. അങ്ങനെ എന്ത് എല്ലാ അർത്ഥത്തിലും ഒരു പ്രതീക്ഷ നമുക്ക് വെക്കുക. എല്ലാം ഒരു പ്രതീക്ഷ. നല്ല പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുക. ഈ പ്രതീക്ഷ നമ്മളെ ഭാഗത്തുണ്ടോ, പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരുന്ന്, അല്ലെ, ചിലപ്പോൾ ചില പേടിയൊക്കെ വരും. അതൊക്കെ നല്ല ബ്രീത്തിങ്ങിലൂടെ നല്ല നമ്മൾ തല ഇങ്ങനെ ടൈറ്റ് ആക്കി നമ്മളെ മനസ്സ് അതിന് പാകപ്പെടുത്തി വളരെ ചുരുങ്ങിയ സമയത്തുകൊണ്ട് ആ സ്ട്രെസ്സും ആൻസൈറ്റിയൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിച്ച് എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ പുറത്തുങ്ങനെ വിയർത്തൊലിക്കുന്നതും നമ്മളിങ്ങനെ പ്രയാസപ്പെടുന്നതും ഒന്നും പുറത്തു കാണിക്കാതെ വളരെ കൂളായിട്ട് അവിടെ ഇരുന്ന് നമ്മൾ ഓരോന്ന് സമയബന്ധിതമായിട്ട് ഇങ്ങനെ ചെയ്ത് നോട്ട് ചെയ്ത് മാക്സിമം നമ്മൾ ചെയ്തു വെക്കുക. ഇതിലൊരു ശുഭാപ്തി വിശ്വാസം നമ്മളെ മുമ്പിൽ കടന്നു വരും. ടഫായി കഴിഞ്ഞാൽ ഇതെല്ലാം ടഫാണല്ലോ എന്ന് കരുതി അവിടെ ഒരു അശുഭ വിശ്വാസത്തിന്റെയോ അശുഭ ആവശ്യമില്ല. അത്തരം ചിന്തയുടെ ആവശ്യമില്ല. ടഫായി കഴിഞ്ഞാൽ എല്ലാവർക്കും ടഫാകും. അപ്പൊ എന്റെ കട്ട് ഓഫ് കുറയും, എനിക്കതിലെത്താൻ പറ്റും. എളുപ്പമായാൽ എല്ലാവരും ഇതുപോലെ എളുപ്പക്കാരുണ്ടാവും. ഒരു പക്ഷെ ഞാനായിരിക്കും എളുപ്പം, എനിക്കായിരിക്കും എളുപ്പം, ഞാനത് പഠിച്ചത് കൊണ്ട്, എനിക്കറിയുന്നതായതുകൊണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ മുകളിൽ ഞാൻ എത്തും. അങ്ങനെ അത് പരീക്ഷാ ഹാളിൽ ആ ക്വസ്റ്റ്യൻസ് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അവിടെയൊക്കെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുന്ന ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ള, എന്നെ അറിയുന്ന, എന്റെ സ്ഥാനം അറിയുന്ന, എനിക്ക് കിട്ടിയിട്ടുള്ള ഈ അവസരം അറിയുന്ന ഒരു മൈൻഡ് സെറ്റുമായിട്ട് ഇരിക്കാൻ നമുക്ക് പറ്റിയാൽ നാളത്തെ പരീക്ഷ ഒരു പ്രയാസം ഉണ്ടാവില്ല. പരീക്ഷ എളുപ്പമാവണം എന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ കുറെ ക്വസ്റ്റ്യൻസ് ടഫ് ആയാൽ ഒരു പേടിയും പേടിക്കണ്ട. കട്ട് ഓഫ് നല്ലോണം കുറയും. ആ കട്ട് ഓഫ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ആ ലിസ്റ്റിൽ മുകളിൽ എത്താൻ പറ്റും. എളുപ്പമാണെങ്കിലോ അത് എല്ലാവർക്കും പഠിച്ചവർക്ക് ആയിരിക്കും എളുപ്പം ഉണ്ടാവുക. അപ്പൊ ഞാൻ ഏറ്റവും മുകളിൽ എത്താൻ എനിക്ക് ശ്രമിക്കും പറ്റും. ഇങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല. അങ്ങനെ ഈ ചെറിയ ഇത് നമ്മളെപ്പോലുള്ള ഈ വിദ്യാഭ്യാസമോ നമ്മളെപ്പോലെയുള്ള മനക്കട്ടിയോ നമ്മളെപ്പോലെ ട്രെയിനിങ്ങോ നമ്മളെപ്പോലെ ഈ കോൺഫിഡൻസോ നമ്മളെപ്പോലെ ഫോക്കസിനെ പോലെ ഒരു സംഘത്തിന്റെ കൂടെയുള്ള യാത്രയോ ഒന്നും കിട്ടാത്ത, ഇതിൽ പരിശീലനങ്ങൾ ലഭിക്കാത്ത, ട്രെയിനിങ് ലഭിക്കാത്ത, അല്ലെ, മുക്കുവന്മാരും ചെറിയ മക്കളും അതേപോലെ തന്നെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് മക്കളെ പോറ്റാൻ വേണ്ടി പുറത്തിറങ്ങുന്ന നമ്മുടെ ഉപ്പമാരും അവരൊക്കെ നമ്മളെ ഉമ്മമാരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെ പല അസുഖങ്ങൾക്ക് മുമ്പിൽ എത്തുമ്പോൾ അതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കരുത്തുറ്റ മനസ്സോടുകൂടിയുള്ള, നമ്മളത്രയൊന്നും പവറില്ലാത്ത, നമ്മളത്രയൊന്നും എന്താ പറയാ വിദ്യാഭ്യാസമോ സർട്ടിഫിക്കറ്റോ യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള കോഴ്സുകളോ ഡിപ്ലോമയോ ഒന്നും ഇല്ലാത്ത അവരൊക്കെ നമ്മളെക്കാളൊക്കെ എത്രയോ മുകളിലാണ്. അവരെ ശുഭാപ്തി വിശ്വാസം മുകളിലാണ്. ആ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങൾ നിൽക്കുക. കൂടുതലൊന്നും ഞാൻ ഈ സമയത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. പഠന സമയമാണ്, അവസാനിപ്പിക്കുന്നു. ഇനി പരീക്ഷയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇവിടെ നസറുദ്ദീൻ സാറും മറ്റുവരൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് സംസാരിക്കാം, ചോദിക്കാം. പിന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പേഴ്സണലി ആയിട്ട് അറിയണമെങ്കിൽ നാളത്തെ പരീക്ഷ കഴിയുന്നവരെ അഡ്മിൻസിന് ആരെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ ഇത്തരം പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കട്ടക്ക് കൂടെ ഉണ്ടാകും. നിങ്ങൾ നാളെ പരീക്ഷ കഴിയുന്നവരെ പ്രാർത്ഥനയിലും അതോടൊപ്പം നിങ്ങളുടെ കൂടെ ഏതെല്ലാം രൂപത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അവിടെയൊക്കെ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, ആ പരീക്ഷ ഹാളിൽ എത്തുന്നവരെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ അഡ്മിൻസിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഉണർത്തി, ഈ ഒരു സമയത്തെ നിങ്ങൾക്ക് നന്മക്ക് വേണ്ടി ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഒരു പ്രതീക്ഷ, ആ പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ മനസ്സിനെ സെറ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ ചുരുങ്ങിയ സംസാരം അവസാനിപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് ശേഷം നമുക്ക് ഇതുപോലെ നമുക്ക് കൂടിയിരിക്കാം, പാട്ടുപാടാം, സന്തോഷിക്കാം.
നല്ല ഫാമിലി മീറ്റ് ഓഫ്ലൈനൊക്കെ ആയിട്ട് സംഘടിപ്പിക്കാം. അങ്ങനെയുള്ള സന്തോഷത്തിന്റെ ചിന്തകളായിരിക്കണം പരീക്ഷ ഹാളിൽ. ഇത് കഴിഞ്ഞിട്ട് നല്ല ബിരിയാണി കഴിക്കും, ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് അടിച്ചു പൊളിക്കും, ഇന്ന ആളുകളൊക്കെ ഒന്ന് കാണും, ഇനി ഞാൻ കരുതി വെച്ച കുറെ കാര്യങ്ങൾ പൂർത്തീകരിക്കും, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന സ്ട്രെസ് ഇങ്ങനെ വരുമ്പോൾ ഞാനിത് കഴിഞ്ഞ ഉടനെ തന്നെ നല്ലൊരു ഫലൂദ കഴിക്കും, ഞാനിത് കഴിഞ്ഞ ഉടനെ തന്നെ കോഴിക്കോട് റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് നല്ലൊരു ബിരിയാണി കഴിക്കും, നല്ലൊരു ഫാസ്റ്റ് ഫുഡ് കഴിക്കും, ഞാൻ ഇന്നത് ചെയ്യും, ബീച്ചിൽ പോകും, അല്ലെങ്കിൽ ഒരു ടൂർ പോകും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ വന്നാൽ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യുക. മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊന്നും പുറത്തു കാണിക്കേ വേണ്ട. എന്തിനാ നമ്മൾ പുറത്തു കാണിക്കുന്നത്? നമ്മളിങ്ങനെ ആദ്യം നമ്മൾ പുറത്തു കാണിക്കാതിരിക്കുക, പിന്നെ അകത്തെയും നമ്മൾ കീഴ്പ്പെടുത്തുക. സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നന്മയിൽ ഇതുപോലെ നമ്മുടെ ഉദ്ദേശം ഒന്നാണല്ലോ, വിജയമാണല്ലോ. ആ വിജയം നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാൻ നമ്മുടെ മനസ്സാണ് ഇവിടെ ആവശ്യം. നിങ്ങൾ എത്ര നേരം പഠിച്ചു, എത്ര നേരം ഉടക്കൊഴിഞ്ഞി, എത്ര പ്രായമായി, എന്താണ് നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ ഫാമിലി ലെവൽ എത്രയാണ്, നിങ്ങളുടെ എക്കണോമിക് ലെവൽ, ഇതൊന്നും നാളെ അറിയില്ല. നമ്മൾ അവിടെ ചെന്ന് ഇരുന്നിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റോട് കൂടിയുള്ള എഴുത്ത് മാത്രമേ നോക്കുള്ളൂ. നിങ്ങൾ ചെയ്ത ആ പേപ്പർ മാത്രമേ വാല്യൂ ചെയ്യുള്ളൂ. നിങ്ങളുടെ വെയിറ്റോ, നിങ്ങളുടെ സൗന്ദര്യമോ, നമ്മുടെ കുടുംബ പേരോ ഒന്നും ആർക്കും അറിയില്ല, എടുത്തു നോക്കൂല. നാളെ നമ്മൾ അവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അത് നോക്കാനുള്ള നാളത്തെ ആ ദിവസം, ആ സമയം എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി മനസ്സിന് മനസ്സ് സെറ്റാക്കി ചെന്നാൽ വിജയിച്ചു. ജസാക്കുമുല്ലാഹ് ഖൈർ. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഡോക്ടർ സുലൈമാൻ സാർ, നസറുദ്ദീൻ സാർ, ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാഡമിയിലെ PSC പഠിതാക്കളെ, നമ്മളിവിടെ മനസ്സിലാക്കിയ പോലെ എക്സാം ഹാളിലേക്ക് നമ്മളിപ്പോൾ മനസ്സുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പേപ്പർ നമ്മുടെ കൈകളിലേക്ക് എത്തിയാൽ മതി. ആ രൂപത്തിലാണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ സംസാരം നീട്ടുന്നില്ല. ശ്രദ്ധിക്കാനായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. ഒന്ന്, നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷെ അതൊന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് ആദ്യമായി എഴുതുന്ന ആളുകളുണ്ട്, അതേപോലെ മുമ്പ് എഴുതിയ ആളുകൾക്കും പറ്റാറുള്ള അബദ്ധം, അത് മാത്രം ശ്രദ്ധയിൽ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ നമുക്ക് എക്സാം ഈസി ആണ് എന്ന് കരുതുക. എക്സാം ഈസി ആണ് എങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ പെട്ടെന്ന് അറ്റൻഡ് ചെയ്ത് പോവും. അതിനിടയിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടില്ല എങ്കിൽ അത് നമ്മൾ ഒന്നുകിൽ അവിടെ റൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതങ്ങനെ പോയി ഫുള്ള് അറ്റൻഡ് ചെയ്ത് അവസാന സമയമാവുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് എന്തായാലും ഒഴിവാവില്ല. കാരണം എന്ന് വെച്ചാൽ കുറച്ചേ അവിടെ ഒഴിവായിട്ടുണ്ടാവുള്ളൂ. ബാക്കി ഏകദേശമൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മുടെ മനസ്സ് പറയാൻ എന്താ വെച്ചാൽ മുഴുവൻ എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് ഫുൾ മാർക്കും കിട്ടിയാലോ എന്ന മൈൻഡാണ് ആ സമയത്ത് ഉണ്ടാവുക. അപ്പം എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, എക്സാം എളുപ്പമാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. നമുക്കിപ്പോൾ ചിലപ്പോൾ LP എക്സാമിനൊക്കെ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ആഴത്തിലൊക്കെ പഠിച്ച ആളുകളാണെങ്കിലും മനസ്സിലാക്കുക, ചിലപ്പോൾ ഒരു പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരിക. അങ്ങനെ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ആൻസർ ചെയ്ത് പോവുക. കിട്ടാത്തത് റൗണ്ട് ഇട്ട് വെക്കണം. എന്നിട്ട് നമ്മൾ അവസാന സമയത്ത് ജസ്റ്റ് അവിടെ ആ കിട്ടാത്തത് മാത്രം പെട്ടെന്ന് എണ്ണി നോക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് 100 ക്വസ്റ്റ്യൻസിൽ ഒരാൾക്ക് ഏകദേശം ഒരു 70-ൽ അധികം ക്വസ്റ്റ്യൻസ് ശരിയായി എന്ന് വിചാരിക്കാം. 30-നടുത്ത് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിട്ടില്ല. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ഒറ്റ വായന കൂടി പെട്ടെന്ന് നടത്തുക. ആ വായനയിൽ നമുക്ക് ചെറിയ ഒരു സമയം കൊണ്ട് തന്നെ ഏകദേശം ഇന്നതാണ് ആൻസർ എന്ന് മനസ്സിലാവുന്നത് ഉണ്ടെങ്കിൽ അത് മാത്രം നമ്മൾ ബബിൾ ചെയ്യുക. എന്നിട്ട് മൂന്നാമതൊരു വായന എന്തായിരുന്നാലും നമ്മൾ നടത്തരുത്. അതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. ആ മൂന്നാം വായന നമ്മൾ നടത്തിയാൽ ഷുവറാണ് നമുക്ക് അപ്പോ കിട്ടിയ മാർക്കൊക്കെ നമ്മൾ കളയുക എന്നുള്ളതായിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി ഒന്നാം റൗണ്ടിൽ തന്നെ ഏകദേശം നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, അതായത് ഇനി നമ്മൾ അതിൽ സംശയമുള്ളതാണ് നമ്മൾ ചെയ്യാൻ നിൽക്കുന്നത് എങ്കിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ 3.3 മാർക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 70 മാർക്ക് കിട്ടിയ ആൾക്ക് അവിടെ വീണ്ടും അതിൽ നിന്നാണ് കുറഞ്ഞു പോവുക. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അതേപോലെ ഇനി ടഫുള്ള എക്സാം ആണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതേപോലെ മിക്കവാറും
എല്ലാവർക്കും ടഫായിരിക്കും. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത ആളുകളോടാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ടഫായിരിക്കും എന്ന് മനസ്സിലാക്കി നമുക്ക് കിട്ടിയ മാർക്ക് അത്യാവശ്യം ഒരു 50-നടുത്ത് അല്ലെങ്കിൽ ഒരു 45-ന്റെ ഒക്കെ മുകളിലാണ് എങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടെ അവിടെ കുറച്ച് നമുക്ക് എന്ത് ചെയ്യുക, ഈ സിമ്പിളായ എക്സാമിനെ പോലെയല്ല, നമുക്ക് അല്പം ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഏകദേശം ശരിയാവും എന്ന് തോന്നുന്നത് എന്ത് ചെയ്യുക, നമ്മൾ ബബിൾ ചെയ്യുക. എന്നിട്ട് ആ വായനയിലും നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ 3-ാം വായനയിലേക്ക് നമ്മൾ പോകരുത് ഒരിക്കലും. അവിടെയാണ് എല്ലാവരും തെറ്റിക്കാറുള്ളത്. അത് കഴിഞ്ഞ കാല എക്സാമുകളിലൊക്കെ അനുഭവമുള്ള ആളുകൾ എന്ന നിലയിൽ അവരോട് പറയുന്നില്ല, പുതിയ ആളുകളോടാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ വിചാരിക്കുക എന്താ വെച്ചാൽ, എനിക്ക് ആകെ എത്രയല്ലേ കിട്ടിയുള്ളൂ, അതേപോലെ തന്നെ അല്പം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി കുറച്ചുകൂടെ എങ്ങനെയെങ്കിലും ശരിയായാലോ, അല്ലെ 4 ഓപ്ഷനിൽ നമ്മളിപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ വായിച്ച് ഇതാണ് ശരിയായാൽ ഒരു മാർക്ക് കിട്ടൂലേ നമ്മൾ വിചാരിക്കും. പക്ഷെ ആ ബബിൾ ചെയ്യുന്നതിലൊക്കെ മിക്കവാറും നമുക്ക് മൈനസിലേക്ക് എത്താനായിരിക്കും സാധ്യത. അപ്പൊ നമ്മൾ നല്ല ഉറപ്പുള്ളതേ ചെയ്യാവൂ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താണ്. കാരണം നമ്മളിപ്പോ കഴിഞ്ഞ കാല കട്ട് ഓഫുകളൊക്കെ നോക്കുമ്പോൾ 100-ൽ എന്തായിരുന്നാലും ഏറ്റവും മുകളിൽ വന്ന മാർക്ക് നമുക്കറിയാം, ഏകദേശം ഒരു 70 അല്ലെങ്കിൽ 76 വരെയൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ പിന്നെ പാർട്ട് ടൈം എക്സാമുകൾക്കൊക്കെ. എന്നാലും മിക്കവാറും 100-ൽ ചെറിയ ഒരു ശതമാനം അവിടെ കുറവുണ്ട് കട്ട് ഓഫിലേക്ക്. അപ്പൊ അത് നമ്മൾ മറക്കാതെ പരമാവധി എന്ത് ചെയ്യുക, സമയം ഉപയോഗപ്പെടുത്തി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എല്ലാ ചോദ്യങ്ങളും വായിച്ചു എന്ന് ഉറപ്പുവരുത്തുക, അത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ കൊണ്ടുപോവേണ്ട സാധനങ്ങൾ മറക്കാതിരിക്കുക. ഹാൾ ടിക്കറ്റ് ആവട്ടെ, അതേപോലെ തന്നെ പെന്നാവട്ടെ, പിന്നെ വെള്ളം ആവശ്യമുള്ള ആളുകൾ അത് കയ്യിൽ കരുതാൻ മറക്കാതിരിക്കുക. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും കൊണ്ടുപോവാതിരിക്കുക. അത് ഫോണായിരുന്നാലും അതുപോലെ തന്നെ വാച്ചായിരുന്നാലും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. കൊണ്ടുപോയിട്ട് ഉള്ളിലേക്ക് കയറ്റാനും പറ്റൂല. പിന്നെ പുറത്താണെങ്കിൽ ചിലപ്പോൾ ക്ലോക്ക് റൂം ഉള്ള സ്കൂളുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ ചിലപ്പോൾ വെക്കേണ്ടി വരും, നമ്മളുടെ കവറോ അല്ലെങ്കിൽ ബാഗോ. അതിൽ വിലപിടിപ്പുള്ള വല്ലതും വെക്കേണ്ടി വന്നാൽ ആ എക്സാമിൽ മുഴുവൻ നമ്മുടെ ശ്രദ്ധ അവിടെ ആയിരിക്കും ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് അത്തരം സാധനങ്ങളൊക്കെ കൊണ്ടുപോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ എക്സാം ഹാളിൽ എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും വൈകി എത്തുന്നത് കാരണം നമുക്ക് ആ എക്സാമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ കുട്ടികളെയോ ആ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവരെ കൃത്യമായി നോക്കാൻ ആളുകളുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ പിന്നെ ഗേറ്റിന് പുറത്തായിരിക്കും അവർ നിൽക്കേണ്ടി വരിക. അതേപോലെ തന്നെ കൂടെ പോരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ പരമാവധി നമ്മൾ ഫ്രീ ആയി പോവാനാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റതൊക്കെ നമ്മുടെ എക്സാം ഹാളിൽ നമ്മളെ ബാധിക്കുന്ന വിഷയമായിരിക്കും എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ്. ഏതായിരുന്നാലും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാവുന്നതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശുഭാപ്തി വിശ്വാസമാണ് വേണ്ടത്. സുലൈമാൻ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിലൂടെ മാത്രമേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോസിറ്റീവായ എനർജി ലഭിക്കുകയുള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ബിരിയാണി കഴിക്കും, അതേപോലെ തന്നെ ടൂറ് പോവും എന്നൊക്കെ അവിടെ സുലൈമാൻ സാർ പറയാനുള്ള കാരണം വെച്ചാൽ നമുക്ക് പോസിറ്റീവ് ചിന്ത നമ്മുടെ മൈൻഡിലുണ്ടോ, നമുക്ക് നല്ല രൂപത്തിലായിരിക്കും ആ എക്സാമിന് നമുക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുക. നേരെ മറിച്ച് നെഗറ്റീവ് ചിന്ത ആവുകയും ചെയ്യുക. ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന 1-ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് കിട്ടാത്തതാണ്. 2ഉം 3ഉം 4ഉം ക്വസ്റ്റ്യനൊക്കെ നമുക്ക് കിട്ടാത്തത് അറിയാത്ത ഭാഗമാണ് എങ്കിൽ പിന്നെ ആ എക്സാം മുഴുവൻ കൊളാവും. നേരെ മറിച്ച് 1ഓ 2ഓ 3ഓ ക്വസ്റ്റ്യനൊക്കെ അവിടെ കിട്ടാത്തതുണ്ടെങ്കിലും താഴെ ഇനിയും നമുക്ക് എളുപ്പമുള്ളത് വരും എന്ന ചിന്ത നമ്മൾ അവിടെ കൊണ്ടുവരികയാണെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എളുപ്പമായി തീരും എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഒരു കാര്യവും കൂടെ, അതില് GK നന്നായി നോക്കിയ ആളുകൾ ഉണ്ടാവും, നോക്കാത്ത ആളുകൾ ഉണ്ടാവും. ഇപ്പൊ എന്നെ പോലെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ കുറച്ചേ നോക്കിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടാതിരിക്കാൻ നല്ലത് GK നോക്കാത്ത ആളുകളോടാണ് പറയുന്നത്. ആദ്യം തന്നെ 20 ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. അപ്പൊ ആ ഭാഗം അവിടെ ലാസ്റ്റ് വായിക്കാന്ന് വെച്ച് വേഗം അറബിക്ക് അറ്റൻഡ് ചെയ്ത് അത് പരമാവധി നമുക്ക് കിട്ടുന്ന ആൻസറൊക്കെ വേഗം ചെയ്ത് അവസാനം GKയിലേക്ക് വരുന്നതായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ബെറ്റർ ആവുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം തന്നെ അതിനെക്കുറിച്ചായിരിക്കും നമ്മുടെ മനസ്സ് മുഴുവൻ അവിടെ ടെൻഷൻ ആയിട്ടുണ്ടാവുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, GK അവസാനത്തിൽ ചെയ്യുക.
അതിലും ഇതേപോലെ തന്നെ കിട്ടുന്നതാണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, ആ കാര്യം ശ്രദ്ധിക്കുക. ഇനി GK നോക്കിയ ആളുകൾക്ക് 2 രൂപത്തിലും അവരുടെ രീതി കൊണ്ടുപോകാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുടെ കൂടെ ഇൻഷാ അല്ലാഹ് പ്രാർത്ഥനയിൽ ഞങ്ങളുണ്ടാവും. കാരണം നിങ്ങൾ ഓരോരുത്തരും ആദ്യ റാങ്കുകളിൽ എത്തുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളുകൾ ഇപ്പൊ ഫോക്കസ് വിന്നേഴ്സ് 2024 ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മെയ് മാസം അവസാനം നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആരംഭിച്ചത് ജൂണിലാണെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം മെയ് മാസം മുതൽ നമ്മുടെ മനസ്സിലുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. ഇപ്പൊ ഇവിടെ ഓരോരുത്തരുടെയും പേരുകൾ കാണുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് ഓരോ ജില്ലകളിലെയും റിസൾട്ട് വന്നപ്പോൾ അവിടെ നമ്മൾ ഓരോ പേരുകൾ വിളിച്ചു അവരെ അടുത്ത നിങ്ങൾക്ക് അവിടെ മാതൃകയാക്കാൻ വേണ്ടിയിട്ടും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഞങ്ങളുടെ പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ അടുത്തൊരു ബാച്ച് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുമാണ് ആദ്യ റാങ്കുകളിലെത്തി അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങളിൽ ഉള്ളത്. അപ്പൊ അതില് ഇവിടെ കാണുന്ന പല പേരുകളുണ്ട്, നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഒരു പേര് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ പേര് നഷ്ടപ്പെട്ടു പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ആദ്യ റാങ്കുകളിൽ വരുന്ന ആളുകൾ തന്നെയാണ്. ആ അർത്ഥത്തിൽ എല്ലാവർക്കും ഉയരാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.